അറിഞ്ഞില്ലേ? തൊയ്ബ ബീഫ് സ്റ്റാൾ കുളത്തൂപ്പുഴ മാർക്കറ്റിനുള്ളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗുണമേന്മയുടെ സ്ലോട്ടർ ഹൗസിൽ നിന്നും എത്തിച്ച് വിൽപ്പന നടത്തുന്നു. ഫോൺ 9207047875. മലയോര ഹൈവേയിൽ കുളത്തൂപ്പുഴ അഞ്ചൽ പാതയിലൂടെ യാത്ര ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക. കുളത്തൂപ്പുഴ ചന്ദനക്കാവ് മുസ്ലിം പള്ളിക്ക് എതിർവശത്തായി വളവിൽ പാതയോരത്തുള്ള ഈ വലിയ കുഴി ഒരു പക്ഷേ മനുഷ്യജീവനുകൾ അപഹരിച്ചേക്കാം. മലയോര ഹൈവേയുടെ നിർമ്മാണ സമയത്തെ അശാസ്ത്രീയതയാണ് പാതയുടെ തന്നെ തകർച്ചയിലേക്ക് വഴിവെക്കും വിധം ഇത്തരത്തിൽ ഒരാൾ പൊക്കത്തിൽ കുഴി രൂപപ്പെട്ടിരിക്കുന്നത്. പാതയുടെ നിർമ്മാണ സമയത്ത് നാട്ടുകാരുടെ നിരന്തരമായ ആവശ്യത്തെ തുടർന്ന് ചരിവും വലിയ വളവുമുള്ള ഈ ഭാഗത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുമെന്ന് അധികൃതർ ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ നിർമ്മാണം പൂർത്തീകരിച്ചപ്പോൾ സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം ഉപേക്ഷിച്ചു. ഇതോടെ മുകളിൽ നിന്നും കുത്തൊഴുക്കിലെത്തുന്ന വെള്ളം ഈ ഭാഗത്തു കൂടി ഒഴുകാൻ തുടങ്ങി. ഫലമോ ഭാഗത്തെ മണ്ണ് മുഴുവൻ ഒലിച്ചുപോയി. അടുത്തിടെ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ട പൈപ്പ് കൂടി പൊട്ടി വെള്ളം ഒലിച്ചിറങ്ങിയതോടെ മണ്ണൊലിച്ചുപോയി അപകടാവസ്ഥയിലായ ഈ ഭാഗത്ത് വലിയ കുഴിയായി രൂപപ്പെട്ടു. പൈപ്പ് പൊട്ടൽ പരിഹരിച്ച വാട്ടർ അതോറിറ്റി കുറച്ചു മണ്ണ് ഈ ഭാഗത്തിട്ടതിനാൽ കുഴി അല്പം ഒന്ന് നികന്നു. എന്നാൽ മഴ കൂടി കനത്തതോടെ വീണ്ടും വെള്ളമൊഴുകിയെത്തുകയും വലിയ കുഴി രൂപപ്പെടുകയുമായിരുന്നു. വലിയ വളവും ഇറക്കവുമായതിനാൽ തന്നെ പാതയുടെ വശം ചേർന്ന് വരുന്ന വാഹനങ്ങൾ കുഴിയിൽ വീണ് അപകടമുണ്ടാകാനുള്ള സാധ്യതയേറെയാണ്. കുഴി രൂപപ്പെട്ടതോടെ ഏതാനും മീറ്ററുകൾ മാത്രം ദൂരത്ത് പ്രവർത്തിക്കുന്ന ഹൈസ്കൂൾ UP സ്കൂൾ കുട്ടികൾക്ക് ഈ ഭാഗത്തുകൂടിയുള്ള കാൽനട പോലും ബുദ്ധിമുട്ടിലായി മാറിയിരിക്കുകയാണ്. ഒരു വാഹനം വന്നാൽ മാറി നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ. മണ്ണ് കൂടുതലായി ഒലിച്ചു പോകാൻ തുടങ്ങിയതോടെ പാതയുടെ വശത്ത് വിള്ളൽ വീണു. പാത ഇടിഞ്ഞു താഴുമെന്ന ഭീതിയിലാണ് നാട്ടുകാർ. അടിയന്തരമായി അധികൃതർ ഇടപെടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഇല്ലാത്ത പക്ഷം വലിയ ദുരന്തങ്ങൾക്ക് നാട് സാക്ഷിയാകേണ്ടി വരുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുന്നു. ഇത് മലയോര ഹൈവേയുടെ പണി നടക്കുമ്പോൾ എൻ്റെ സൂപ്പർവൈസർ വളരെ കൃത്യമായി പറഞ്ഞതാണ് ഈ ഭാഗത്ത് ചരിവും വളവുമൊക്കെ ആയതിൻ്റെ പേരിൽ ഇവിടെ മതിൽ കെട്ടുമെന്ന്, സംരക്ഷണ ഭിത്തി കിട്ടുമെന്ന്. പക്ഷേ അവർ റോഡിൻ്റെ പണി ഏകദേശമൊക്കെ പൂർത്തിയായപ്പോൾ പല പ്രാവശ്യം അവരോട് ചോദിച്ചപ്പോഴും അവർ കെട്ടാമെന്ന് പറഞ്ഞതല്ലാതെ അവർ എന്താ കാരണം എന്നറിയില്ല, അവരിന്ന് കെട്ടാതെ പോവുകയാണ് ഉണ്ടായത്. അതിനെ തുടർന്ന് അടുത്ത മഴക്കാലം വന്നപ്പോൾ ഇവിടുന്ന് ഈ മണ്ണ് കുറേശ്ശെ ഇടിഞ്ഞു പോയി തുടങ്ങി. ഇപ്പോൾ ഏകദേശം ഒരാൾ പൊക്കത്തിലുള്ള കുഴിയാണ് അവിടെ ഉള്ളത്. വളവാണ്. നിരവധി വിദ്യാർത്ഥികൾ ഇതിൽ നടന്നു പോവുകയാണ്. വാഹനങ്ങൾ വരുമ്പോൾ അവർക്കൊന്ന് മാറി നിൽക്കാനുള്ള സൗകര്യം പോലും ഇല്ല. ഈ റോഡിൻ്റെ അടിഭാഗത്തേക്ക് അതിൻ്റെ വിള്ളലുണ്ട്. പക്ഷേ അതിപ്പം ഇന്നലെ ഈ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ഭാഗത്തുള്ള പൈപ്പ് ലൈൻ പൊട്ടി. അപ്പോൾ അവർ മണ്ണിട്ടതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ കുഴി കുറച്ച് നകരുകയും ആ വിള്ളൽ കാണാൻ കഴിയാതെയും ഇരിക്കുന്നത്. അപ്പോൾ അടിയന്തരമായിട്ട് ഇതിൻ്റെ ഉദ്യോഗസ്ഥർ ഇത് വന്ന് സന്ദർശിക്കുകയും ഇതിനിവിടെ നടപടി സ്വീകരിക്കുകയും വേണം. വേറെ നടപടിയൊന്നുമില്ല. ഇത് എന്താണ്, ഇവിടെ മതിൽ കെട്ടിയെങ്കിൽ മാത്രമേ, സംരക്ഷണ ഭിത്തി കെട്ടിയെങ്കിൽ മാത്രമേ ഇവിടെ കെട്ടിവിടെ നിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ അടുത്ത മഴക്കാലത്ത് വീണ്ടും മണ്ണ് ഒലിച്ചു പോയി വലിയൊരു ദുരന്തത്തിന് വഴിവെക്കും. വാർഡ് മെമ്പർ, പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള അധികൃതർ വേഗത്തിൽ നടപടി സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. നാട്ടുവാർത്ത, കുളത്തൂപ്പുഴ. നിങ്ങളുടെ ജീവിതത്തിലെ വിലപ്പെട്ട നിമിഷങ്ങൾ അവിസ്മരണീയമായ ഒരു ചരിത്രമാക്കി മാറ്റുവാൻ പ്രൗഢിയുടെ പര്യായമായ വെഗനി കൺവെൻഷൻ സെന്റർ അഞ്ചൽ. ഏതു വലിയ ആഘോഷങ്ങൾക്കും അനുയോജ്യമായ വിശാലമായ സ്റ്റേജുകൾ, ലോകോത്തര നിലവാരത്തിലുള്ള ഹോസ്പിറ്റാലിറ്റി, 2 ഏക്കറോളം വരുന്ന വിശാലമായ പാർക്കിംഗ് സൗകര്യം, കൂടാതെ പ്രൈം ലൊക്കേഷനും. നിങ്ങളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ ഇവന്റുകൾ ഞങ്ങൾ ഒരുക്കുന്നു. വെഗനി കൺവെൻഷൻ സെന്റർ, മാർത്തോമ പള്ളിക്ക് എതിർവശം, കണ്ണൻകോട്, അലയമൺ, അഞ്ചൽ.